ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2024 PSC ബുള്ളറ്റിൻ പൊതുവിജ്ഞാനം ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. ഓക്കെ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോകസഭാ സ്പീക്കർ GV മാവലങ്കർ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ലോകസഭാ സ്പീക്കർ GV മാവലങ്കർ. ഇന്ത്യയുടെ ആദ്യത്തെ ലോകസഭാ സ്പീക്കറാണ് GV മാവലങ്കർ. അതും കൂടെ ഓർത്തു വെച്ചാണ്. അപ്പം പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോകസഭാ സ്പീക്കറും ഇന്ത്യയുടെ ആദ്യത്തെ ലോകസഭാ സ്പീക്കറും ഒരാൾ തന്നെയാണ്, അതായത് GV മാവലങ്കർ. ഓക്കെ. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ മന്ത്രി VK വേലപ്പൻ. പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർ. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർ. പഥേർ പാഞ്ചാലി എന്ന നോവൽ എഴുതിയത് വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ. 13-ാം ശതകത്തിൽ കേരളം സന്ദർശിച്ച മാർക്കോപോളോ ഏത് രാജ്യക്കാരൻ ആയിരുന്നു? ഇറ്റലി. 18 കവികൾ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത്? മാന വിക്രമദേവൻ. BBC രൂപവൽക്കരിക്കപ്പെട്ട വർഷം 1927. ബാംഗ്ലൂരിലെ പ്രശസ്തമായ സ്റ്റേഡിയം ചിന്നസ്വാമി സ്റ്റേഡിയം. ബാംഗ്ലൂരിലെ പ്രശസ്തമായ സ്റ്റേഡിയം ചിന്നസ്വാമി സ്റ്റേഡിയം. BCG വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? ക്ഷയം. BCG വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? ക്ഷയം. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റ് ഇല്ലാത്ത ചെറുവിമാനം നേത്ര. ബിയാസ് നദിയുടെ പഴയ പേര് വിപാസ. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകി ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ സംസ്ഥാനം രാജസ്ഥാൻ. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകി ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ സംസ്ഥാനം രാജസ്ഥാൻ. പൂജ്യം കണ്ടുപിടിച്ച രാജ്യക്കാർ ഇന്ത്യക്കാർ. പൂജ്യം കണ്ടുപിടിച്ച രാജ്യക്കാർ ഇന്ത്യക്കാർ. പൂജ്യം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഇന്ത്യ. പൂജ്യം ഉപയോഗിക്കാത്ത ഒരു സംഖ്യാ സമ്പ്രദായം റോമൻ സംഖ്യ. പുരാവസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ആർക്കിയോളജി. പുരാവസ്തുക്കളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ആർക്കിയോളജി. പുലിത്സർ പുരസ്കാരം ഏർപ്പെടുത്തിയത് ജോസഫ് പുലിത്സർ. പുലിത്സർ പുരസ്കാരം ഏർപ്പെടുത്തിയത് ജോസഫ് പുലിത്സർ. പുലിത്സർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ ഗോവിന്ദ് ബിഹാരി ലാല് 1937. ഫാൽക്കെ അവാർഡും ഭാരതരത്നവും നേടിയ ഏക വനിത ലതാ മങ്കേഷ്കർ. ഫാൽക്കെ അവാർഡും ഭാരതരത്നവും നേടിയ ഏക വനിത ലതാ മങ്കേഷ്കർ. നാല് വെള്ളച്ചാട്ടങ്ങൾ ചേർന്നതാണ് ജോഗ് വെള്ളച്ചാട്ടം. അവ ഏതെല്ലാം? രാജ റാണി റോക്കറ്റ് റോറർ. നാഷണൽ ഫിലാറ്റലിക് മ്യൂസിയം എവിടെയാണ്? ന്യൂഡൽഹി. നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എവിടെയാണ്? മസൂറി. നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എവിടെയാണ്? മസൂറി. നാണയത്തുട്ടുകളില്ലാത്ത തെക്കേ അമേരിക്കൻ രാജ്യം പരാഗ്വേ. നാംരൂപ് ചന്ദ്രപൂർ താപ വൈദ്യുത നിലയങ്ങൾ ഏത് സംസ്ഥാനത്താണ്? അസം. നിൽക്കാനൊരു സ്ഥലവും ശക്തിയുള്ള ഒരു കോലും തന്നാൽ ഈ ഭൂമിയെ തന്നെ ഞാൻ പൊക്കി മാറ്റാം എന്ന് പറഞ്ഞത് ആർക്കിമിഡീസ്. നിയമപഠനത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ പ്രാക്ടീസ് നടത്തിയ സ്ഥലങ്ങൾ ബോംബെയിലും രാജ്കോട്ടിലും. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 14. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 14. നിയമസഭാ സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടത് ആർക്ക്? ഡെപ്യൂട്ടി സ്പീക്കർ. നിയമസഭാ സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർ. നിയമസഭാ അംഗങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള ഭരണഘടകം പുതുച്ചേരി 30. നിയമസഭാ അംഗം അവതരിപ്പിക്കുന്ന ബിൽ എത്ര വായനയിലൂടെ കടന്നു പോകുന്നു? 3. നിയമസഭാ അംഗം അവതരിപ്പിക്കുന്ന ബിൽ എത്ര വായനയിലൂടെ കടന്നു പോകുന്നു? 3. നിള, പേരാർ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. നിള, പേരാർ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. നികുതി ഷീട്ട് ആവശ്യമായി വരുന്നിടങ്ങളിൽ ഹാജരാക്കുന്നത് ഏതുതരം നികുതി അടച്ചതിൻ്റെ രസീതാണ്? ഭൂനികുതി. നിഷ്ക്രിയ വാതകങ്ങൾ അഥവാ കുലീന വാതകങ്ങൾ എന്നറിയപ്പെടുന്ന
6 എണ്ണം: ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ. ഇതിൻ്റെ കോഡ് ഷോർട്സിലുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ഓക്കെ. ഈ നിഷ്ക്രിയ വാതകങ്ങൾ എന്ന് വെച്ചാൽ ആവർത്തന പട്ടികയിലെ 18ാം ഗ്രൂപ്പിലെ ആദ്യത്തെ 6 മൂലകങ്ങളെയാണ് നിഷ്ക്രിയ വാതകങ്ങൾ അഥവാ കുലീന വാതകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതിന് പല പല പേരുകളുണ്ട്. ഇവിടെ തന്നെ 2 പേരുകൾ കൊടുത്തിട്ടുണ്ട്: നിഷ്ക്രിയ വാതകങ്ങൾ അഥവാ കുലീന വാതകങ്ങൾ. ഇതിൻ്റെ മറ്റു പേരുകളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ, നോബിൾ ഗ്യാസസ്, ഇനേർട്ട് ഗ്യാസസ്, അലസവാതകങ്ങൾ, വിശിഷ്ടവാതകങ്ങൾ. ഈ പേരുകളും കൂടെ ഓർത്തു വെച്ചോണേ. ഓക്കെ. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള. പക്ഷിപ്പനിക്ക് കാരണമായ അണുജീവി വൈറസാണ്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസാണ് H5N1. അതും കൂടെ ഓർത്തു വെച്ചോണേ. പക്ഷിപ്പനിക്ക് കാരണമായ അണുജീവി വൈറസ്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസാണ് H5N1. ഓക്കെ. പബ്ലിക് സർവീസ് വിഭാഗത്തിൽ മാക്സെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് ജയപ്രകാശ് നാരായണൻ 1965. പരിണാമത്തിൻ്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഗാലപ്പഗോസ് ദ്വീപ്. പാലിൻ്റെയും തേനിൻ്റെയും ദേശം എന്നറിയപ്പെടുന്നത് കാനൻ. പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ്? വേമ്പനാട്. പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ്? വേമ്പനാട്. പാശ്ചാത്യ ക്ലാസിക്കൽ സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് മൊസാർട്ട്, ബീഥോവൻ, ബാഖ്. PVC കണ്ടുപിടിച്ചത് ഹെൻറി വിക്ടർ റെജിനോൾഡ് 1838. PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിൻ്റെ പ്രധാന കഥാപാത്രം കർണൻ. PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം കർണൻ. PT ഉഷ കോച്ചിങ് സെൻറ്റർ എവിടെയാണ്? തിരുവനന്തപുരം. PJ ആൻ്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം 1973. PJ ആൻ്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം 1973. പിത്തരസം എവിടെ സംഭരിക്കുന്നു? പിത്താശയത്തിൽ. ഗാൾ ബ്ലാഡർ. പീച്ചി വാഴാനി അണക്കെട്ട് ഏത് ജില്ലയിൽ? തൃശ്ശൂർ. പീച്ചി വാഴാനി അണക്കെട്ട് ഏത് ജില്ലയിൽ? തൃശ്ശൂർ. പീരങ്കി ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന. പുഞ്ച, മുണ്ടകൻ, വിരിപ്പ് എന്നിവ ഏതിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്. പുഞ്ച, മുണ്ടകൻ, വിരിപ്പ് എന്നിവ ഏതിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്. പുഞ്ചിരിയുടെ നാട് എന്നറിയപ്പെടുന്നത് തായ്ലൻഡ്. പുന്നപ്ര വയലാർ സമരത്തിന് കാരണം അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം. പുന്നപ്ര വയലാർ സമരത്തിനു കാരണം അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം മുള. പുരാണങ്ങളിൽ കാളിന്തി എന്ന പേരിൽ പരാമർശിതമായിട്ടുള്ള നദി യമുന. പുരാണങ്ങളിൽ കാളിന്തി എന്ന പേരിൽ പരാമർശിതമായിട്ടുള്ള നദി യമുന. പുരാതന സിൽക്കുപാത കടന്നുപോകുന്ന ചുരം നാഥുല. പുരാതന സിൽക്കുപാത കടന്നുപോകുന്ന ചുരം നാഥുല. ഈ നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് സിക്കിം, ടിബറ്റ്. അതും കൂടെ ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സിക്കിം, ടിബറ്റ്. ഓക്കെ. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. പുകയിലയിലെ വിഷാംശം നിക്കോട്ടിൻ. പുകയിലയിലെ വിഷാംശം നിക്കോട്ടിൻ. പൂർവാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം റഷ്യ. പൂർണ്ണമായും വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം എഡ്യൂസാറ്റ്. പൂർണ്ണമായും വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം എഡ്യൂസാറ്റ്. പൂർണ്ണമായും ദക്ഷിണാഫ്രിക്കയിൽ ചുറ്റപ്പെട്ട രാജ്യം ലൊസോത്തോ. പൂക്കോട് തടാകം ഏത് ജില്ലയിൽ? വയനാട്. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്. പൃഥ്വി എന്തുതരം മിസൈലാണ് കരയിൽ നിന്നും കരയിലേക്കുള്ളത്? പശ്ചിമ ബംഗാളിൻ്റെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ പേര് റൈറ്റേഴ്സ് ബിൽഡിംഗ്. പശ്ചിമ ബംഗാളിൻ്റെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ പേര് റൈറ്റേഴ്സ് ബിൽഡിംഗ്. പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അക്വാൻ കാഗ്വ. പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം കാനഡ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്